യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിലെ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സിച്ച ഭേദപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദേശത്തെ ചികിത്സിക്കുന്നത് എന്താണ് അവർ പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് തന്നെ യാതൊരു ബോധ്യവും. ഇന്ന് പ്രിയപ്പെട്ട സണ്ണി ജോസഫ് അവതരിപ്പിച്ച ഒരു പ്രമേയം, അത് ഹിന്ദുവിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 50 പ്രകാരം നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് ഗവൺമെന്റ് എടുത്താൽ പിന്നീട് സാധാരണ നിലയിൽ വാക്കൗട്ട് നടത്താൻ പറ്റില്ല. ചർച്ചയ്ക്ക് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. ചർച്ചയ്ക്ക് എടുക്കുന്നില്ലെങ്കിൽ വാക്കൗട്ട് നടത്തുന്നതിന് പ്രസക്തിയില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഗവൺമെന്റ് അടിയന്തര പ്രമേയം അംഗീകരിച്ചു, ചട്ടപ്രകാരം സമയം നിശ്ചയിച്ചു. പിന്നീട് ഈ കോലാഹലം കാട്ടേണ്ട എന്തെങ്കിലും ഒരാവശ്യമുണ്ടോ? അപ്പോ അനുവദിച്ചാലും ബഹളം, അനുവദിച്ചിട്ടില്ലെങ്കിലും ബഹളം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സാധാ നിലയിലുള്ള രോഗമല്ല എന്ന്. കഴിഞ്ഞ നിയമസഭയിലും ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ഗവൺമെന്റ് അടിയന്തര പ്രമേയം അംഗീകരിച്ചു. അത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയം ഉണ്ടായിരുന്നു. സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അടിയന്തര പ്രമേയം കൊടുത്തു. അതെല്ലാം അനുവദിച്ചിട്ടും വാക്കൗട്ടാണ്. സഭ നടത്താൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് റൂള് കിട്ടി കൊടുക്കുന്നത്. സഭ നിർത്തി വെക്കാം, ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ വാക്കൗട്ട്? നിങ്ങൾ അവരോട് ചോദിക്കണത്. പിന്നെ എന്തിനാ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത്? അപ്പൊ അടിയന്തര പ്രമേയം കൊണ്ടുവന്നാലും അനുവദിച്ചാലും അനുവദിച്ചിട്ടില്ലെങ്കിലും സഭ സമീപിക്കുക, ഇതല്ലേ നയോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമനില തെറ്റി കഴിഞ്ഞു. പിന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കരുത്, ആദ്യം തന്നെ ബഹളം ഉണ്ടാക്കുക. അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റിയല്ലോ. ഇനി അതിന്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഏതെങ്കിലും ശിക്ഷാ നടപടിക്ക് വിധേയമാകേണ്ടി വന്നാൽ ശിക്ഷാ നടപടി ഉണ്ടാവും. ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കും. അല്ലാതെ അന്ന് ADGP-ക്കെതിരായിട്ട് പരാതി ഏത് ADGP-ക്കെതിരായിട്ട്? അജിത് കുമാറിനെതിരായിട്ട്. ആ സമയത്താണ് ADGP അന്വേഷിച്ചത്. മനസ്സിലായത്? ആ ADGP-ന്റെ അന്വേഷണ റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടി. ഗവൺമെന്റ് അത് DGP-ക്ക് കൊടുത്തു. DGP-യുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടപ്പെട്ട രൂപത്തിലുള്ള ജാഗ്രത കാട്ടിയിട്ടില്ല എന്നുള്ള ഫൈൻഡിങ്സ് ആണ് ഉണ്ടായത്. അതിപ്പോ DGP അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെയാണ് DGP ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടി. ഈ റിപ്പോർട്ട് കിട്ടി. അപ്പൊ പിന്നെ ലോ ആൻഡ് ഓർഡറിൽ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് രേഖാപരമായി ഗവൺമെന്റിന്റെ കയ്യിൽ